സ്പോട്ട് ലൈവിന് പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് ജോലി ചെയ്തതിൻ്റെ കൂലിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ വയോധികനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. പരവൂർ പുത്തൻകുള സ്വദേശി 61 വയസ്സുള്ള വിജയനാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പുത്തൻകുള സ്വദേശി 42-കാരൻ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിർമ്മാണ തൊഴിലാളിയായ ഇരുവരും തമ്മിലുണ്ടായ തർക്കമായിരുന്നു കൊലപാതകത്തിന് കാരണം. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ ജോലി ചെയ്തതിൻ്റെ കൂലിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ അരുംകൊലയ്ക്ക് കാരണം. എന്താണ് സംഭവിച്ചത്? ടോം, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഇരുവരും സുഹൃത്തുക്കളാണ്. അതിലുപരി ഒരുമിച്ച് ജോലി ചെയ്തു വന്നവരാണ്. ഒരു കോൺട്രാക്ടറുടെ കീഴിലാണ് ഇരുവരും ജോലി ചെയ്തു വന്നത്. നിർമ്മാണ തൊഴിലാളികളാണ് ഇരുവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഇവർക്ക് ജോലിയില്ലായിരുന്നു. അപ്പോൾ ജോലിയില്ലായിരുന്നപ്പോൾ ഇതിൽ ഒരാൾ, ഈ രതീഷ് എന്ന ആൾ, അമിതമായി മദ്യപിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മദ്യപാനത്തെ തുടർന്നാണ് ഈ വിജയനെ തിരക്കി ഇയാൾ എത്തിയത്. ഈ പരവൂരുള്ള ഒരു കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ഈ വിജയൻ. അപ്പോൾ തന്നെ അവിടെ എത്തുകയും മുൻപ് ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കം, അതായത് ഈ ജോലിയിൽ കൂലി നൽകുന്നത്, ഇരുവരും കൂലി വീതിച്ചെടുക്കുന്നതുമായി തമ്മിലുള്ള ഒരു തർക്കമുണ്ടായിരുന്നു. ഈ തർക്കം അവിടെ സംസാരിക്കുകയും ചെയ്തു. ഇത് വലിയ രീതിയിലുള്ള ഒരു വിരോധത്തിലേക്കും തുടർന്നുള്ള ഒരു അക്രമത്തിലേക്കും വഴിവെച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ രതീഷ് അതിക്രൂരമായിട്ട് വിജയനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ അവശനായ വിജയൻ ബോധരഹിതനായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രതീഷ് അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. നാട്ടുകാർ ഇടപെട്ടിട്ടാണ് പിന്നെ വിജയനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചത്. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തുകയും രതീഷിനെ പിടികൂടുകയും ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുമിത്രാദികൾക്കും ഇൻട്രസ്റ്റിൽ വിട്ടു നൽകിയിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് കേട്ടോ. ഈ രതീഷ്, ഈ കൊലക്കേസിൽ പ്രതിയായ രതീഷ് ഇതിനു മുൻപ് ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഇങ്ങനൊരു നിസ്സാര കാരണത്തിൻ്റെ പേരിൽ സുഹൃത്തിനെ, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയൊരു സാഹചര്യം, അത് ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഇതിനു മുൻപ് മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഇരുവരും തമ്മിലുണ്ടായിരുന്നോ? ടോം, ഇരുവരും ഒരുമിച്ചായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഈ ജോലിയിൽ ഇവർക്ക് ഒരുപോലെയാണ് കൂലി നൽകുന്നത്, ഒന്നിച്ച് കൂലി നൽകുകയും ചെയ്തു. ഇതിൽ നിന്നാണ് ഇവർ വീതിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ കൂലി വീതിച്ചെടുക്കുന്നതുമായിട്ട് ഉള്ള ചില തർക്കങ്ങൾ മുൻപേ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ ഒരു വിരോധമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം ഇവർക്ക് ഞാൻ സൂചിപ്പിച്ചു ജോലിയില്ലായിരുന്നു, ഞായറാഴ്ച ദിവസമായതുകൊണ്ട്. ഇതിൽ വിജയൻ വിശ്രമിക്കുന്ന ഒരു കടയിൽ ഇരുന്ന് ചായ കുടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഈ രതീഷ് അവിടെ എത്തുന്നത്. അങ്ങനെ ആണ് ഇവർ തമ്മിൽ മുൻപുണ്ടായ ഈ ഒരു കൂലിപ്പിണക്കത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം എന്ന് തന്നെ പറയാം. അതാണ് ഒരു അക്രമത്തിലേക്ക് കലാശിച്ചത്. പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് രതീഷിനെതിരെ മുൻപ് മറ്റ് കേസുകളൊന്നും തന്നെയില്ല, ക്രിമിനൽ പശ്ചാത്തലമൊന്നും തന്നെയില്ല. ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കം ആണ് ഈ ഒരു വലിയ അക്രമത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അത്രത്തോളം മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇയാൾ ഒരു 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളാണ് ഈ വിജയൻ. അപ്പോൾ അയാൾ ബോധരഹിതനായി കിടന്നു. അങ്ങനെ ആണ് ഇവിടെ നിന്നും ഈ രതീഷ് ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം മർദ്ദിച്ചു. സ്വന്തം സുഹൃത്താണ്. പക്ഷേ ആ സമയത്ത് നാട്ടുകാരോടൊപ്പം ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആ സമയത്തൊരു മനസ്സിനൊരു മാറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇയാൾ മർദ്ദനത്തിന് ഇരയാക്കിയതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യവും ഉണ്ടായി. അപ്പോൾ അതാണ് അപ്പോൾ നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസിന് വിവരം അറിയിക്കുകയും ആംബുലൻസിലാണ് എത്തിച്ചത്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. അത്രത്തോളം മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസിന് അങ്ങനെയുള്ള വിനീഷാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.